Hey guys, so welcome back to another video. So നിങ്ങൾ എൻ്റെ ചാനൽ മുമ്പ് കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അതായത് ഞാൻ യൂസ് ചെയ്യുന്ന വണ്ടി എന്ന് പറയുന്നത് ഡ്യൂക്ക് 200 ആണ്. 2019 മോഡൽ ABS വേർഷനാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഏകദേശം ഒരു 2 വർഷമായി ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ 20,000 കിലോമീറ്റർ ടച്ച് ചെയ്തു വണ്ടി. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ഓണർഷിപ്പ് റിവ്യൂ എന്നൊക്കെ വേണമെങ്കിൽ അതിനെ വിളിക്കാം. അപ്പോൾ ഈ 2 വർഷം യൂസ് ചെയ്തതിൽ എനിക്ക് തോന്നിയ പ്രശ്നങ്ങളും അതേപോലെ ഈ വണ്ടിൻ്റെ നല്ല വശങ്ങളും ഒക്കെയാണ് ഞാനിന്ന് വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പോൾ ട്രാവൽ വ്ളോഗ്സ്, അതേപോലെ ബൈക്ക് പ്രൊഡക്റ്റിൻ്റെ റിവ്യൂസ്, അതുപോലെ ബൈക്ക് റിവ്യൂ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ മെയിനായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുക. സോ ഇന്ന് നമുക്കൊരു ലോങ് ടേം ഓണർഷിപ്പ് റിവ്യൂ ചെയ്യാം നമ്മളെ ഡ്യൂക്ക് 200ൻ്റെ. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, ഒന്ന് ആദ്യം തന്നെ നമുക്ക് ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് ആദ്യം കുറച്ച് നോക്കാം. അതായത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഡ്യൂക്ക് 200ൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ. അതായത് ഈ വണ്ടി വരുന്നത് 200cc ലിക്വിഡ് കൂൾഡ് എഞ്ചിനായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് 24 bhp ആണ്. അതുപോലെ തന്നെ ഇതിൽ ഞാൻ പോയിരിക്കുന്ന ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 134 ആണ്, 134 km/h. സോ അത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാനിനി അതിന് കൂടുതലായിട്ട് ഞാൻ വിശദീകരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, കാരണം വണ്ടി ഭയങ്കര ഫെമിലിയറാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്, അതായത് ഈ 2 വർഷം യൂസ് ചെയ്തതിൽ എനിക്ക് ഉണ്ടായ പ്രശ്നങ്ങളും അതേപോലെ തന്നെ ഈ വണ്ടിയുടെ നല്ല വശങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ അത് എല്ലാവർക്കും ഒരേപോലെ ആവണം എന്നില്ല. അതായത് എനിക്ക് തോന്നിയ പ്രശ്നങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവർക്കും ഈ പ്രശ്നം വരണം എന്നില്ല. ഓക്കെ, സോ നമുക്ക് ആദ്യം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് നമുക്ക് ആദ്യം നോക്കാം. നിങ്ങൾ മിക്ക ഡ്യൂക്ക് ഓണേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചാലും അവർ പറയുന്ന ഒരു പ്രശ്നമായിരിക്കും വണ്ടിയുടെ സ്റ്റാർട്ടർ കോയിൽ കംപ്ലൈൻറ്റ്. അത് എനിക്കും ഉണ്ടായിരുന്നു. അതായത് ഞാൻ ഈ കൊറോണൻ്റെ വലിയ സീനൊക്കെ ആയത് കാരണം എനിക്ക് ഇടയിൽ കുറച്ച് ദിവസം വണ്ടി എടുക്കാൻ പറ്റിയില്ല. പിന്നീട് ഞാൻ എടുക്കുന്ന സമയത്ത് എന്തുണ്ടായെന്ന് വെച്ചാൽ ബാറ്ററി പെട്ടെന്ന് ഡൗൺ ആയി. അതെന്താ റീസൺ എന്ന് വെച്ചാൽ ഈ സ്റ്റാർട്ടർ കോയിൽ എന്ന് പറയുന്നത് ഏകദേശം എഞ്ചിൻ്റെ ഈ താഴ്ഭാഗത്തായിട്ട്, അപ്പുറത്തെ സൈഡിൽ താഴ്ഭാഗത്തായിട്ടാണ് വരിക. അപ്പോൾ അത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബാറ്ററി റണ്ണിങ് ചെയ്യുന്ന സമയത്ത് ബാറ്ററി ചാർജ് ആക്കണം. അപ്പോൾ അങ്ങനെ ചാർജ് ആക്കുന്നതാണ് ആ കോയിൽ. അപ്പോൾ നമ്മൾ ഒരുപാട് നിർത്തിയിട്ടിട്ട് നമ്മൾ പെട്ടെന്ന് എടുത്തിട്ട് പോകുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാകുമെന്ന് വെച്ചാൽ ആ കോയിൽ വേഗം കത്തിപ്പോവും. കത്തിപ്പോയി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പിന്നെ ബാറ്ററി ചാർജ് ആവാതെയാവും. പിന്നെ ഈ വണ്ടിയിൽ എന്താണെന്ന് വെച്ചാൽ കൂടുതലും സെൻസേഴ്സാണ്. അത് എല്ലാവരുടെയും സെൻസർ ആയതുകൊണ്ട് ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആവും. അപ്പോൾ സ്റ്റാർട്ടർ കോയിൽ നമ്മൾ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ വണ്ടി ഫുള്ളായിട്ട് പ്രശ്നമാവും. അപ്പോൾ മിക്ക ഡ്യൂക്കിലും വരുന്നൊരു പ്രശ്നമാണ് ഈ സ്റ്റാർട്ടർ കോയിൽ കംപ്ലൈൻറ്റ്. അപ്പോൾ അത് എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം സ്റ്റാർട്ടർ കോയിൽ മാറ്റിയിട്ടുണ്ട് വണ്ടിയുടെ. അതിനുശേഷം ബാറ്ററി ഇതിലുള്ള ഇൻബിൽറ്റ് ബാറ്ററി തന്നെയാണ്, അതായത് വണ്ടി ഇറക്കുമ്പോഴുള്ള അതേ ബാറ്ററി തന്നെയാണ്. അപ്പോൾ ഇടയിൽ അതുപോലെ തന്നെ വേറെ എനിക്കൊരു പ്രശ്നം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഈ കൊറോണ സമയത്ത്, ഭയങ്കരമായിട്ടുള്ള കൊറോണ സമയത്തായിരുന്നു ഈ പ്രശ്നമായത്. അതുകൊണ്ട് തന്നെ എന്തുണ്ടായെന്ന് വെച്ചാൽ എനിക്ക് സ്റ്റാർട്ടർ കോയിൽ എവിടെയും അവൈലബിൾ അല്ലായിരുന്നു. ഞാനൊരു ഏകദേശം 1 മാസത്തോളം വണ്ടി ഷോറൂമിലായിരുന്നു. അപ്പോൾ കോയമ്പത്തൂർ ഷോറൂമിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഈ കോയിലിൻ്റെ കിട്ടാത്തതും ബാറ്ററിയും ഭയങ്കര ഷോർട്ടായിരുന്നു ആ ടൈമിൽ എനിക്ക് കിട്ടി. ഞാൻ കുറേ അന്വേഷിച്ചിട്ടാണ് ആ സംഭവം റെഡിയായത്, കോയിൽ റെഡിയായത്. എന്നിട്ട് കോയിൽ ചേഞ്ച് ചെയ്തു. പിന്നെ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നീട് ഞാൻ ഇതിൽ ചേഞ്ച് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ക്ലച്ച് പ്ലേറ്റ് ഞാൻ ചേഞ്ച് ചെയ്തിരുന്നു. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വെറുതെ ക്ലച്ച് അപ്ലൈ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ക്ലച്ച് പ്ലേറ്റ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി. അതുകൊണ്ട് ഞാൻ ക്ലച്ച് പ്ലേറ്റ് വണ്ടിയുടെ മാറ്റിയിട്ടുണ്ട്. പിന്നെ ടയറെല്ലാം അതിൽ വാങ്ങുന്നുണ്ടായിരുന്ന അതേ സെയിം ടയർ തന്നെയാണ്, ടയറൊന്നും ഞാൻ മാറ്റിയിട്ടില്ല. അപ്പോൾ വണ്ടി ഏകദേശം 20,000 കിലോമീറ്റർ കവർ ചെയ്തു. അതേപോലെ തന്നെ വേറെ വണ്ടി സർവീസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ ചെയ്ത്. അപ്പോൾ ഒരു സർവീസിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 2,000 രൂപയുടെ ഉള്ളിലാണ് വരിക. വണ്ടിയുടെ 7,500 ഇതിൻ്റെ സർവീസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ മെയിനായിട്ട് ഇതിൽ ചിലവാക്കിയിരിക്കുന്ന കാര്യങ്ങൾ. അതേപോലെ തന്നെ പിന്നെ എനിക്ക് തോന്നിയ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളെ വണ്ടിയുടെ ചെയിൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയിൻ നമ്മൾ ഏകദേശം ഒരു 500 കിലോമീറ്ററിൽ ക്ലീൻ ലൂബ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്താണെന്ന് വെച്ചാൽ വണ്ടി കുറച്ച് പവർഫുൾ ആയതുകൊണ്ട് തന്നെ സ്പ്രോക്കറ്റിനൊക്കെ ഭയങ്കരമായിട്ട് ലോഡ് വരും. കാരണം നമ്മൾ പെട്ടെന്ന് ആക്സിലറേറ്റൊക്കെ ചെയ്ത് പോകുന്ന സമയത്ത് സ്പ്രോക്കറ്റിനൊക്കെ ഭയങ്കരമായിട്ട് ലോഡ് വരും. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ചെയിനും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ എന്തുണ്ടാകുന്ന വെച്ചാൽ വണ്ടിയുടെ സൗണ്ടൊക്കെ ആകെ, നമ്മൾ വണ്ടി വരുന്ന സമയത്ത് ഒരു ഫുള്ളൊരു കിലുക്കം മാത്രമേ ഉണ്ടാവുള്ളൂ. ചെയിൻ അത്രയ്ക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ലൂബ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ലൂബ് ചെയ്തില്ലെങ്കിൽ എന്തുണ്ടാകുന്ന വെച്ചാൽ സൗണ്ടൊക്കെ ആകെ മാറി ആകെ ഒരു 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 അടിപൊളി സൗണ്ടായിരിക്കില്ല വണ്ടിയിൽ നിന്ന് വരുന്നത്. അപ്പോൾ ചെയിൻ നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം വണ്ടിയുടെ.
അത് എല്ലാ പവർഫുൾ വണ്ടിയിലും അങ്ങനെ ചെയ്യണം. ഓക്കെ ഓക്കെ ഗൈസ്, സോ അതൊക്കെയാണ് എനിക്ക് തോന്നിയ മെയിനായിട്ടുള്ള പ്രോബ്ലംസ്. വേറെ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അതായത് ഞാനിതിൻ്റെ ഹോണിൻ്റെ സ്വിച്ച് മാറ്റിയിരുന്നു, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ. അതൊന്നും വണ്ടിയുടെ പെർഫോമൻസോ അതിനോടൊരു ബന്ധപ്പെട്ടതേ കാര്യങ്ങളേ അല്ല. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും മെൻഷൻ ചെയ്യാത്തത്. ഓക്കെ, സോ എനിക്ക് ഈ വണ്ടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാം. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഡ്യൂക്ക് എടുക്കുന്നവർ മെയിനായിട്ട് വണ്ടി വാങ്ങുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വണ്ടിയുടെ പവർ തന്നെയാണ്. പവർ തന്നെയാണ് റീസൺ. കാരണം വണ്ടി വളരെ ക്വിക്കായിട്ടുള്ള ആക്സിലറേഷനാണ്. അതുപോലെ തന്നെ വണ്ടിയുടെ ഡിസൈനും കാര്യങ്ങളും ഭയങ്കര ഷാർപ്പാണ്. ഇതൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് ഇതിൽ പോസിറ്റീവ് സൈഡും. അതേപോലെ തന്നെ നമ്മളൊരു ക്രൗഡിലൊക്കെ വണ്ടിയും കൊണ്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരും പെട്ടെന്ന് ശ്രദ്ധിക്കും നമ്മുടെ വണ്ടിയെ. അപ്പോൾ അത് പ്രത്യേകിച്ച് ഈ KTM വണ്ടികളുടെ ഒരു പ്രത്യേകതയാണ്. മാത്രമല്ല ഈ KTM ഓടിക്കുന്നത് ഒരു വേറെ ഒരു നമ്മുടെ സാധാ വണ്ടികൾ പോലെയല്ല, കുറച്ചൊരു ആക്സിലറേഷനൊക്കെ കുറച്ചൊരു ക്വിക്കായിരിക്കും. പക്ഷേ ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ടോപ്പ് എൻഡ് കുറവുണ്ട് വണ്ടി. ടോപ്പ് എൻഡ് നമ്മളിപ്പോൾ NS 200ൻ്റെയോ ഇല്ലെങ്കിൽ ഈവൻ R15 V3യുടെയോ ടോപ്പ് എൻഡ് ഒന്നും ഈ വണ്ടി തരില്ല. പക്ഷേ 134 ആണ് ഇതിൻ്റെ ടോപ്പ് എൻഡ് ഞാൻ പോയിരിക്കുന്നത്. വളരെ ക്വിക്കായിട്ട് കയറിയിട്ട് അങ്ങനെ അവിടെ പോയിട്ട് സ്റ്റേബിളാവും. അപ്പോൾ NS ഒക്കെ എന്ന് പറഞ്ഞാൽ കൊടുക്കും തോറും പോയിക്കൊണ്ടേയിരിക്കും, അങ്ങനെയുള്ളൊരു വണ്ടിയാണത്. NS പൊളി കേട്ടോ. അപ്പോൾ ടോപ്പ് എൻഡ് കുറവാണ്. അതുപോലെ തന്നെ ഇതിലെ ആക്സിലറേഷൻ ക്വിക്കാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ബാക്കിലെ സ്പ്രോക്കറ്റ് വന്നിട്ട് കുറച്ച് വലുപ്പം കൂടി സ്പ്രോക്കറ്റാണ്. അതുകൊണ്ട് വണ്ടി ആക്സിലറേഷൻ വളരെ ക്വിക്കായിരിക്കും. ഓക്കെ ഗൈസ്, സോ അതൊക്കെയാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ള പോസിറ്റീവ് സൈഡ്. ഇനി ആരൊക്കെ ഈ വണ്ടി നോക്കണം എന്നുള്ള കാര്യം ഞാൻ പറയാം. അതായത് നിങ്ങൾക്ക് നല്ല കംഫർട്ട് വേണം, നിങ്ങൾക്ക് ഓൾ ഡേ റൈഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, നല്ല ലോങ് ഒക്കെ അടിക്കണം, അതേപോലെ തന്നെ വണ്ടി നന്നായിട്ട് റിഫൈൻ ആയിട്ടുള്ള എഞ്ചിനായിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർ ദയവേദി വണ്ടിയിലേക്ക് നോക്കരുത്. കാരണം ഈ വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ സീറ്റൊക്കെ കുറച്ച് ഹാർഡാണ്. അതുകൊണ്ട് തന്നെ അധികം ലോങ്ങും കാര്യങ്ങളൊന്നും അടിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇങ്ങനെ അങ്ങനെ ലോങ് അടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളിതിൽ ജെല്ലി സീറ്റ് വാങ്ങാൻ കിട്ടും. അതായത് എയറിൻ്റെ സീറ്റ് വാങ്ങാൻ കിട്ടും. മേലെ നമ്മൾ വെച്ചിട്ട് അതിൽ വെച്ചാൽ നമുക്ക് കുറച്ച് അത്യാവശ്യം ലോങ് ഒക്കെ അടിക്കാൻ പറ്റും. എന്നാലും വണ്ടി വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ള ലോങ് ട്രിപ്പും കാര്യങ്ങളൊന്നും ഇതിൽ അടിക്കാൻ പറ്റില്ല. ഈ വണ്ടി പിന്നെ ആരൊക്കെ വാങ്ങണം എന്ന് ചോദിച്ചാൽ മെയിനായിട്ട് പറയുക, ഇപ്പോൾ നിങ്ങളൊരു അത്യാവശ്യം നല്ല പവർ ഇഷ്ടപ്പെടുന്ന ആളാണ്, വണ്ടി നല്ല ഫണ്ണായിട്ട് ഓടിക്കാൻ, അതുപോലെ തന്നെ ട്രാഫിക്കിൽ ഫിൽറ്റർ ചെയ്ത് പോകാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വണ്ടി നോക്കാൻ പറ്റും. കാരണം ഈ വണ്ടി സിറ്റിയിലൊക്കെ ഓടിക്കുക എന്ന് പറഞ്ഞാൽ അടിപൊളി കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നിടത്താണ് വണ്ടി ക്വിക്കായിട്ട് നമ്മൾ ആക്സിലറേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ച് തന്നെ വണ്ടി കയറി പോകാനും കാര്യങ്ങളൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് സിറ്റിയിലൊക്കെ ഓടിക്കാനൊക്കെ ബെസ്റ്റ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള പവർ ഇഷ്ടപ്പെടുന്ന അതുപോലെ സ്പീഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ തീർച്ചയായിട്ടും KTMൻ്റെ ഡ്യൂക്ക് 200 ഒക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, സോ ഞാൻ മാക്സിമം എല്ലാം കവർ ചെയ്തെന്ന് വിചാരിക്കുന്നു. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ടുഡേയ്സ് വീഡിയോ. അപ്പോൾ ആൾക്കാരും ഇതൊരു അടിപൊളി സ്പോട്ടാണ്. ഈ സ്ഥലം എന്ന് പറയുന്നത് കൊല്ലംകോടിലാണുള്ളത്. ഞാൻ എൻ്റെ നാടാണ് പാലക്കാട് തന്നെയുള്ള ആളാണ്. അപ്പോൾ ഇപ്പോൾ ഈവനിങ് ടൈമാണ്, സൺഡേ ആണ് ഞാൻ ഷൂട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറേ ഇഷ്ടംപോലെ വിസിറ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഇതുവരെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുക ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ എല്ലാം കവർ ചെയ്തെന്ന് വിചാരിക്കുന്നു. സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാൻ. അതുവരെയും ബൈ, റൈഡ് സേഫ്.